200 പേരുള്ള ഒരു ചർച്ചിൽ പണ്ട് ഇവിടുന്ന് ഒരു സ്റ്റോറി പറഞ്ഞതാണ്. 200 പേരുള്ള ഒരു ചർച്ചിൽ ഒരു കമ്മ്യൂണിസ്റ്റ് കൺട്രിയിലാണ്. അവരെല്ലാവരും കൂടെ അടച്ചിട്ട് യോഗം നടത്തിക്കൊണ്ടിരിക്കുന്ന പെട്ടെന്ന് തന്നെ മാസ്ക് ഒക്കെ ഇട്ട് സ്റ്റെൻഗണ്ണുമായിട്ട് ഒരു യങ് ഗ്രൂപ്പ് നേരെ ചാടി വന്നിട്ട് പറഞ്ഞു, ഡിനൈ യുവർ ലോർഡ് ഓർ ഡൈ. കർത്താവിനെ, നിന്റെ ദൈവത്തെ ഉപേക്ഷിക്കുക അല്ലെങ്കിൽ മരിക്കുക. സ്റ്റെൻഗൺ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുകയാണ്. ഓർ യു ഫ്ലീ, പേടിയുള്ളവനൊക്കെ പൊക്കോളാം. ഇഫ് യു ഫ്ലീ, ഓടുകയാണെങ്കിൽ ഞാൻ തന്നെ വെറുതെ വിടാം. പക്ഷേ ഇഫ് യു സേ ദാറ്റ് ജീസസ് ഈസ് യുവർ ലോർഡ്, ഐ എം ഗോയിങ് ടു കിൽ യു. എല്ലാവരും ഒരു വലിയൊരു ഗ്യാങ് വന്നിരിക്കുകയാണ്, സ്റ്റെൻഗൺ കൊണ്ട് വന്നിരിക്കുകയാണ്. വലിയ ആളുകൾ വലിയാൻ തുടങ്ങി. 20 പേരുണ്ട്. 200 പേരുണ്ടായിരുന്ന കോൺഗ്രിഗേഷനാണ്. 20 പേരുണ്ട്. 20 പേരോട് ചോദിച്ചു, എനിവൺ എൽസ് വാണ്ട് ടു ഫ്ലീ, എനിവൺ എൽസ് വാണ്ട് ടു ഗോ, ആർക്കെങ്കിലും പോകണോ? ആർക്കും പോകുന്നുണ്ട്. വി ആർ ഗോയിങ് ടു കിൽ യു. അവർ പറഞ്ഞു, ഓക്കെ, വിൽ ഡൈ ഫോർ അവർ ലോർഡ്. പക്ഷേ സ്റ്റെൻഗൺ താത്തിട്ട് പാസ്റ്റർ പറഞ്ഞു, പാസ്റ്റർ, we have driven out all the hypocrites, now you can worship your Lord with the genuine guys. പാസ്റ്റർ, എല്ലാ ഹിപ്പോക്രിസിനെയും ഞങ്ങൾ പുറത്താക്കിയിട്ടുണ്ട്. ഇനി നീ ജെനുവിൻ ഗൈസിനെയും കൊണ്ട് ഇതിന്റെ ആരാധന നടത്തിക്കോളാം. അതിന്റെ പാഠമാണ് ഞാൻ പറഞ്ഞത്. ഇതാ വാസ്തവത്തിൽ ദിസ് ഈസ് വാട്ട് ഈസ് നീഡഡ്. പലപ്പോഴും പീഡനമൊന്നും സഹിക്കാനൊന്നും നമ്മുടെ സഭയൊന്നും പര്യാപ്തമൊന്നും അല്ല. എങ്കിലും പെന്തിക്കോസുകാരുടെ ഇടയ്ക്ക് ഒരു പീഡനം വരുന്ന കഴിയുമ്പോൾ ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട്. ചിലപ്പോഴും നെല്ലും പതിനും തിരിച്ചറിയാനുള്ള നല്ലൊരു മാർഗമാണ്. വരട്ടെ എന്നൊന്നും പറയാനൊന്നും എനിക്ക് തൻ്റെ ഇടമൊന്നുമില്ല. കാര്യം വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ഇസ്രായേൽ മക്കളിലെ യുദ്ധം ചെയ്യാൻ വന്നവർ, ഇസ്രായേൽ മക്കളിൽ 20,000 ഓടിപ്പോയെന്നല്ല അവിടെ പറയുന്നത്. യുദ്ധം ചെയ്യാൻ വന്നവർ, അല്ലെങ്കിൽ സുവിശേഷ വേലക്കാരിൽ എന്ന് വെച്ചു, യുദ്ധം ചെയ്യാൻ വന്നവരിൽ ഭയവും പീഡിത്തമുള്ളവൻ പൊക്കോട്ടെ എന്ന് പറഞ്ഞപ്പോൾ 30,000-ന് 20,000 പോയെന്നുള്ളതാണ്. ആൻഡിനോ ദെൻ 7-ാം അധ്യായം 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, ഇനിയും അധികമാകുന്നു. അതുകൊണ്ട് എന്തോ ചെയ്യണം? ഇവരെ വെള്ളത്തിനടുത്തോട്ട് കൊണ്ടുപോകും. വെള്ളം എങ്ങനെ ഇവർ കുടിക്കുന്നത് നോക്കുക. വെള്ളം കുടിക്കുന്ന നോക്കിയപ്പോൾ കുറേ ആളുകൾ എന്ത് ചെയ്യുന്നു? കുനിഞ്ഞ് കുടിക്കുകയാണ്, റിലാക്സ് ചെയ്ത്. മറ്റവൻ എങ്ങനെ കുടിക്കുന്നത്? പട്ടി നക്കി കുടിക്കുന്നത് പോലെ. സം പീപ്പിൾ ജസ്റ്റ് റിലാക്സ്. ഗുഡ്, ഇത്തിരി ദാഹിച്ചിരിക്കുകയായിരുന്നു അല്ലേ? അതുകൊണ്ട് വി വിൽ ഡ്രിങ്ക് വാട്ടർ. അതുകൊണ്ട് എന്ത് ചെയ്തു? ആദ്യം തന്നെ എല്ലാം ഷർട്ടും ഒക്കെ ഊരി അവിടെയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് നേരെ കാലും ഒക്കെ കഴുകി, and they just sat down and ഇവന്മാർ കുടിക്കാനല്ല നോക്കുന്നത്, ഇവന്മാർ ഓൾമോസ്റ്റ് കുളിക്കാനാണ് നോക്കുന്നത്. വെള്ളം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് ചെയ്യണം? നോട്ട് ജസ്റ്റ് ടു ഡ്രിങ്ക് വാട്ടർ, ബട്ട് ദേ വാണ്ട് ടു ടേക്ക് ബാത്ത് ആൻഡ് ദേ റിലാക്സ്. അവൻ്റെ കംഫർട്ട്സ് ആണ് പ്രശ്നം. അവൻ്റെ കംഫർട്ട്സ് ആണ്. അവർക്ക് യുദ്ധമോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും വിഷയമല്ല. കർത്താവ് പറഞ്ഞു, എനിക്ക് അവരെ വേണ്ട, എനിക്ക് ജാഗ്രതയുള്ളവരെ മതി, എനിക്ക് ശ്രദ്ധയുള്ളവരെ മതി. പട്ടി നക്കി കുടിക്കുന്നതെ പോലെ കുടിക്കുന്നവൻ. പട്ടി വെള്ളം കുടിക്കുന്നുണ്ടോ? പൂച്ച പാല് കുടിക്കുന്നുണ്ടോ? അല്ലേ? പൂച്ച പാല് കുടിക്കുന്നത് കണ്ണൊക്കെ അടച്ച് വളരെ റിലാക്സ്ഡ്. ദ കാറ്റ് ഈസ് ഇൻ ഇറ്റ്സ് ഓൺ വേൾഡ്. അതിൻ്റെ ലോകത്തിലാണ്. ഇറ്റ് എൻജോയ്, ഇറ്റ് റിയലി എൻജോയ്. പക്ഷെ പട്ടിയോ അങ്ങോട്ട് നോക്കി അല്ലേ? പട്ടി വെള്ളം കുടിക്കുമ്പോഴും അതിൻ്റെ കണ്ണെവിടെയാണ്? ഇറ്റ് ഡസൻ ക്ലോസ് ഇറ്റ്സ് ഐസ്, ലുക്സ് ഹിയർ ആൻഡ് ദേർ. റൈറ്റ്? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതൊക്കെ ശ്രദ്ധിക്കാൻ നമ്മളിതൊക്കെ കാണുന്നുണ്ട്. നമ്മൾ പ്രകൃതിയിലെ യാതൊരു കാര്യങ്ങളും നോക്കത്തില്ല. അല്ലേ? ഞാൻ ചിലപ്പം പറയായിരുന്നു, ഇക്കാലത്തെ പിള്ളേരുടെ ഒരു പ്രശ്നം, അവർക്ക് ക്രിക്കറ്റ് പണ്ടൊക്കെ ക്രിക്കറ്റ് കളിയായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. ഇന്ന് ക്രിക്കറ്റ് കളി പോലും ഇല്ല, കളിക്കാൻ പോലും അറിയത്തില്ല പിള്ളേർക്ക്. ബോൾ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ശരിക്കും ബൗൾ ചെയ്യുന്ന ബോളിൻ്റെ മുമ്പ് നിൽക്കാനുള്ള തൻ്റെ ഒന്നും ഇവിടുത്തെ പിള്ളേർക്കൊന്നും ഇല്ല. കളി കാണാനല്ലാതെ കളിക്കാൻ പോലും ഇവനെയൊന്നും കൊള്ളത്തില്ല. ഇല്ലേ? വി ഹാവ് ലോസ്റ്റ് അവർ ലൈഫ്. വി ലിവ് ഇൻ എ വേൾഡ് വെർ ദർ ഇസ് നോ ലൈഫ് അറ്റ് ഓൾ. നോൺ ലിവിങ് തിങ്സുമായിട്ടാണല്ലോ നമ്മളുടെ സകല ബന്ധങ്ങളും. ഇപ്പോൾ ലിവിങ് തിങ്സുമായിട്ട് നമുക്ക് എന്താ ബന്ധമുണ്ട്? തിങ്ക് അബൌട്ട് ഇറ്റ്. നോൺ ലിവിങ് അല്ലേ? ഇതിൻ്റെ നമ്മളുടെ തലമുറയിൽ ഏറ്റവും വലിയ, നമ്മുടെ പിള്ളേരുടെ തലമുറയുടെ ഏറ്റവും വലിയ പ്രശ്നം, അവർക്ക് ലിവിങ് തിങ്സുമായിട്ട് യാതൊരു ബന്ധങ്ങളും ഇല്ല. ദേ ഓൾവേസ് ഡീൽ വിത്ത് നോൺ ലിവിങ് തിങ്സ്. റൈറ്റ്? ദാറ്റ് ഇസ് എ ബിഗ് മിസ്റ്റേക്ക് വി ആർ മേക്കിംഗ്. നോൺ ലിവിങ് തിങ്സുമായിട്ട് ലിവിങ് തിങ്സുമായിട്ട് യാതൊരു ബന്ധവുമില്ല. യാതൊരു ബന്ധവും. കുറച്ച് ബുക്കും ഉണ്ട്, അച്ചടിച്ച കടലാസും, പിന്നെ ആൻഡ് ഓൾസോ ദ TV ആൻഡ് ഇന്റർനെറ്റ് ആൻഡ് ലിവിങ് തിങ്സിന്റെ ഫോട്ടോസും അല്ലാതെ നെവർ അവർക്കൊരു ഹാൻഡ് ടച്ച് ഇല്ലല്ലോ. ദേ ഡോണ്ട് ഈവൻ ടച്ച് പീപ്പിൾ. ദേ ഡോണ്ട് ഈവൻ പ്ലേ. ദേ ഡോണ്ട് ഈവൻ സീ തിങ്സ്. ദേ ഡോണ്ട് ഈവൻ റൺ. ദേ ഡോണ്ട് ഈവൻ നിലത്ത് കാല് തൊടത്തില്ല. ഇല്ലേ? നമ്മുടെ നാട്ടിലെ രോഗങ്ങളുടെ 90% രോഗങ്ങൾ പറയാൻ കാര്യം എന്നറിയാമോ? നമ്മൾ മനുഷ്യൻ ചെരുപ്പ് ഉപയോഗിച്ച് തുടങ്ങിയതാണ്. ചെരുപ്പ് ഉപയോഗിക്കുന്നതിന് മുമ്പ് ഇത്രയും രോഗങ്ങളിലാകും. ബിക്കോസ് മണ്ണുമായിട്ടുള്ള യാതൊരു ബന്ധവുമില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഇസ് എ ഫാക്ട്. നമ്മുടെ പിള്ളേർക്ക് ചെരുപ്പില്ലാതെ എങ്ങും നടക്കേണ്ടി വരുന്നില്ല. ചാറുമ്പുറത്തൂടെ പോലും നടക്കത്തില്ല. നമ്മൾ വീടിനകത്തോടെ പോലും നമ്മൾ നടക്കത്തില്ല. ചെരുപ്പ് ഉപയോഗിച്ച് തുടങ്ങിയതാണ് നമ്മളുടെ മനുഷ്യൻ്റെ രോഗം ഉണ്ടാകാനുള്ള ഇന്നത്തെ രോഗങ്ങളുടെ 90% കാരണം ചെരുപ്പ് ഉപയോഗിച്ച് തുടങ്ങിയതാണ്. ചെരുപ്പ് ഉപയോഗിക്കുമ്പോൾ ആ പ്രശ്നങ്ങളില്ലായിരുന്നു. ആൻഡ് ഇവിടെ പട്ടി നക്കി കുടിക്കുമ്പോഴുള്ള പ്രത്യേകത എന്നറിയാമോ? എന്താ? അത്
ഓൾവേസ് ലുക്ക് ഹിയർ ആൻഡ് ദെയർ. ആൻഡ് അതിനെ സംബന്ധിച്ചിടത്തോളം വെള്ളം അതിന് വിഷയമല്ല. വെള്ളം കുടിക്കാൻ പറ്റിയാൽ പറ്റി, ഇല്ലെങ്കിൽ ഇല്ല. പക്ഷെ അതിന് ഒരു അതിന്റെ ശ്രദ്ധ വേറെയാണ്. ഇതുപോലെ നാവ് വെള്ളത്തിലാണെങ്കിലും കണ്ണ് ചുറ്റുപാടുമാണ്. ഇവിടെ ഇസ്രായേൽ മക്കളുടെ കാര്യത്തിലെ ഈ ടെസ്റ്റിനകത്ത് എന്താ സംഭവിക്കുന്നത് അറിയാമോ? യുദ്ധം മാത്രം മനസ്സിൽ കാണുന്ന, ബാക്കിയെല്ലാം സെക്കൻഡറി ആയിട്ട് കാണുന്ന ജാഗരൂകരായ യോദ്ധാക്കളാണ് ഈ 300 പേരെന്ന് പറയുന്നത്. അവരുടെ ജീവിതത്തിൽ വേറെ യാതൊരു ചിന്തകളുമില്ല. അവർക്ക് ആകെ ഒറ്റ ഇതേ ഉള്ളൂ: മിദ്യാന്യർ നമ്മളെ അവകാശമാക്കി വെച്ചിരിക്കുന്നു, മിദ്യാന്യർ നമ്മളുടെ മേൽ ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നു, സംഹാവ് വി വോണ്ട് ടു ബീറ്റ് ദം. അത്രേ ഉള്ളൂ. അതുകൊണ്ടെന്നറിയാമോ, ഈ 300 പേരെ കൊണ്ട് ഗിദെയോൻ പിന്നീട് എന്തുമാത്രം ട്രാവൽ ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ വായിച്ചു നോക്കി അറിയാം. അവിടെയൊക്കെ പല പട്ടണങ്ങളിൽ ചെന്നിട്ട് അവർക്ക് ഭക്ഷണം ചോദിച്ചിട്ട് ഭക്ഷണം കൊടുക്കുന്നില്ല. ആ സമയത്ത് ഭക്ഷണം കഴിക്കാതെ വീണ്ടും പിന്തുടർന്ന് മിദ്യാന്യ രാജാക്കന്മാരെ പിടിക്കും വരെയും ഭക്ഷണത്തെക്കുറിച്ച് പോലും ചിന്തിക്കാതെ ഓടാൻ തക്ക തൻ്റെ ഇടം ഇവർക്കുണ്ടായെന്നറിയാം. അങ്ങനെയുള്ള വ്യക്തികളാണ്. നത്തിങ് എൽസ് വാസ് ഇൻ ദെയർ മൈൻഡ്. അവരുടെ മനസ്സിൽ വേറെ ഒരു ചിന്തയും ഇല്ലായിരുന്നു. എന്നുള്ള ഭാഗങ്ങൾ വായിക്കണം, സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ വായിക്കാഞ്ഞത്. യാതൊരു മനസ്സും വേറെ യാതൊരു ചിന്തയും ഇല്ലാത്ത നിലയിൽ ജാഗരൂകരായ ആളുകൾ. 30,000 പേരിൽ നിന്ന് 31,700 പേരെ ദൈവം പറഞ്ഞു വിട്ടു. 300 പേരെ തിരഞ്ഞെടുത്തു. കാരണം ദൈവത്തിന്റെ വഴികൾ ഇവർക്ക് മനസ്സിലാകത്തുമില്ല. അതിൻ്റെ ഒരു കാരണം ഞാനിപ്പോൾ പിന്നീട് ആണെങ്കിലും ആലോചിച്ചിട്ടുണ്ട്. 7-ാം അധ്യായം 16-ാം വാക്യത്തിൽ യുദ്ധം ചെയ്യാനായിട്ട് ഗിദെയോൻ കൊടുക്കുന്ന എന്തൊക്കെ സാധനങ്ങളാണെന്നറിയാമോ? ഒരു കുടം, ഒരു കാഹളം, കുടത്തിനകത്തൊരു പന്തം, യുദ്ധം ചെയ്യാൻ കൊടുക്കുക. ഇപ്പൊ ഈ ബാക്കിയുള്ളവന്മാരൊക്കെ ചോദിച്ചായിരുന്നെങ്കിൽ ഇവന്മാരെന്തോ ചോദിച്ചേ? വാളെന്തിയെ, പരിചയം എന്തിയെ, കുന്തം എന്തിയെ, ഇതുവെല്ലാം കൊടുക്കുന്നുണ്ടോ? ഇല്ല, ഒന്നുമില്ല. ഇതൊരു യുദ്ധത്തിന്റെ ഉപകരണങ്ങളാണെന്ന് മനസ്സിലാകണമെങ്കിൽ തന്നെ ആത്മീയതയുള്ളവനെ പറ്റുള്ളൂ. കുടവും പന്തവും കാഹളവും യുദ്ധോപകരണങ്ങളായി കാണാൻ കഴിയുന്നവന് ആത്മീയതയുള്ളവനെ പറ്റത്തുള്ളൂ. ഞാൻ പറയട്ടെ, ദൈവാത്മാവിന്റെ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകണമെങ്കിൽ പല വിഡ്ഢിത്തങ്ങളും, ലോകപരമായി പല വിഡ്ഢിത്തങ്ങളും കാണിക്കാൻ ഇവൻ തയ്യാറായെങ്കിലേ പറ്റുള്ളൂ. പോവുകയാണ്, യുദ്ധം ചെയ്യാൻ പോവുകയാണ്, ഇല്ലേ? എന്നിട്ട് വിളിച്ചു പറയുന്നതെന്നറിയാമോ? യഹോവയ്ക്കും ഗിദെയോനും വേണ്ടി, 20-ാം വാക്യത്തിൽ യഹോവയ്ക്കും ഗിദെയോനും വേണ്ടി വാൾ. എന്തിയാ വാൾ? ഇവന്മാരുടെ വാളില്ല, യഹോവയ്ക്കും ഗിദെയോനും വേണ്ടി വാൾ. ഇവന്മാരുടെ എന്തൊക്കെ ഉള്ളൂ? പന്തം, കുടം, കാഹളം. വാൾ എവിടെയാണ്? വാൾ അവന്റെ കയ്യിൽ വേണ്ട. അവിടെ കാണുന്നത് ദൈവം ശത്രുവിന് നേരെ അവരുടെ വാൾ കൊണ്ട് തന്നെ അവരെ കൊല്ലിക്കുകയാണ്. 22 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണും. ഈ 300 പേരുടെ വാൾ കൊണ്ടല്ല ആളുകളെ കൊന്നത്. ദൈവം ശത്രുവിന്റെ വാൾ കൊണ്ട് തന്നെ ശത്രുവിനെ കൊല്ലുകയാണ്. അവർ അന്യോന്യം കൊല്ലുന്നതായിട്ട് നമ്മൾ കാണുന്നത്. വി ഡു നോട്ട് നോ വാട്ട് ഹാപ്പൻ, ബട്ട് ദാറ്റ് ഈസ് ഗോഡ്സ് വർക്ക്. യുദ്ധം എന്ന് പറയുമ്പോൾ അതാണ്. മെനി ടൈംസ് വി ആർ ഫീബിൾ ബീയിങ്. നമുക്കൊന്നും ചെയ്യാനായിട്ട് കഴിയത്തില്ല. ഗിദെയോനെ ദൈവം പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ കാര്യമാണ്, നിനക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, നിന്റെ കഴിവുകൊണ്ടോ ശക്തി കൊണ്ടോ അല്ല. ഇറ്റ് ഈസ് ബൈ ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ്. 7-ാം അധ്യായത്തിന്റെ 12 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ ഗിദെയോനെ ദൈവം ഗിദെയോൻ ആ ഡ്രീം കാണുകയാണ്. നമുക്കെല്ലാം അറിയാവുന്ന ഭാഗമാണ്. എന്താണ് ഡ്രീം? ഒരു യവത്തപ്പം, കേക്ക് ഓഫ് എ ബാർലി ബ്രെഡ്. അത് ഉരുണ്ടുകൊണ്ട് പോകുക. ബാർലിയുടെ പ്രത്യേകത എന്നറിയാമോ? ബാർലി ഏറ്റവും നൈസായിട്ടുള്ള ഇതാണ്. ബാർലി കൊണ്ട് അപ്പം ഉണ്ടാക്കിയാൽ അത് പാത്രത്തിൽ നിന്ന് വായി തന്നെ വരുന്നതിനിടയ്ക്ക് പറഞ്ഞ് താഴെ പോകുന്ന സാധനമാണ്. ഇറ്റ് ഈസ് നോട്ട് ഹാർഡ്, ഇറ്റ് ഈസ് വെരി ദ ബാർലി ഫ്ലോർ, ഇറ്റ് ഈസ് സോ നൈസ്. അതുകൊണ്ട് അപ്പം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതൊരിക്കലും എന്തല്ല, അതിന് തന്നെ എന്തില്ല ശക്തി, അതിന് ഉരുളാനുള്ള ശക്തി ഇല്ല. ഉരുളുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യും? അത് പൊടിഞ്ഞു പോകും. പക്ഷേ ഇവിടെ എന്താ കാണുന്നത് അറിയാമോ? ഈ സോഫ്റ്റ് ഫ്ലോറിൽ ഉണ്ടാക്കിയ കേക്ക് ഓഫ് ബാർലി ബ്രെഡ്, അത് മിദ്യാന്യ പാളയത്തെ ചെന്ന് ഇടിച്ച് തകർത്ത് തകിടം മറിക്കുന്നതാണ്. ദൈവാത്മാവ് തിരഞ്ഞെടുക്കുന്നത് സ്ട്രോങ് പേഴ്സണാലിറ്റീസിനെ ഒന്നും ആണെന്ന് നിർബന്ധമില്ല. ദൈവാത്മാവ് തിരഞ്ഞെടുക്കുന്നത് ഒരു ബാർലി അപ്പത്തെ ആയിരിക്കും. ദൈവാത്മാവ് തിരഞ്ഞെടുക്കുന്നത് ഒരു യവത്തപ്പത്തെ ആയിരിക്കും. ദൈവം നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത് ഈ മൺകൂടാരങ്ങളിലെ പഴയ നിയമത്തിലെ ആ സിസ്റ്റമിക് ചേഞ്ചസിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം കണ്ടത്. ഏറ്റവും ഒടുവിലായിട്ട് നമ്മൾ കണ്ടത് ഗിദെയോന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നു. ഗിദെയോന്റെ ജീവിതത്തിൽ അവൻ ഒരിക്കലും ഒരു പരാക്രമശാലി അല്ലായിരുന്നു. എന്നാൽ അവനെ ദൈവം വിളിക്കുന്നത് പരാക്രമശാലി എന്ന്. ദൈവം അവന്റെ ഫ്യൂച്ചർ നോക്കുന്നു. അതുപോലെ നിന്നോടുകൂടിയുള്ള ജനം അധികമാകും. 30,000 പേര് അവനോടുകൂടി യുദ്ധം ചെയ്യാൻ തയ്യാറായി വന്നെങ്കിൽ 300 പേരെ മാത്രമാണ് ദൈവം തിരഞ്ഞെടുക്കുന്നത്. 31,700 പേരെയും അവൻ ദൈവം മാറ്റിക്കളഞ്ഞു. ആരെയാ മാറ്റിക്കളയുന്നത്? ഭയവും ഭീരുത്വവും ഉള്ളവരെ. നമ്മളെ ദൈവം തിരഞ്ഞെടുക്കണമെങ്കിൽ നമ്മിലെ ഭയവും ഭീരുത്വവും പോയെങ്കിലേ പറ്റൂ. എന്ന് തന്നെയല്ല, പല കാര്യങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുന്നവനെ ദൈവത്തിന് വേണ്ട. ദൈവത്തിന്റെ യുദ്ധം ചെയ്യുമ്പോൾ ദൈവത്തിന്റെ യുദ്ധം ഒഴിയെ മറ്റൊന്നും മനസ്സിലില്ല. ദൈവത്തിന്റെ യുദ്ധം ചെയ്യുമ്പോൾ ദൈവത്തിന്റെ യുദ്ധം ഒഴിയെ മറ്റൊന്നും മനസ്സിലില്ല. പട്ടി നക്കി കുടിക്കുന്നത് പോലെ വെള്ളം കുടിക്കുന്ന ആ വ്യക്തികൾ അതാ കാണിക്കുന്നു. ഒരു ബാർലി, ഒരു യവത്തപ്പത്തെ ദൈവത്തിന്റെ ആത്മാവിനാൽ നിറച്ച് ദൈവത്തിന് തീർച്ചയായും മിദ്യാന്യ കൂടാരങ്ങളെ തകർത്ത് കളയുവാനായിട്ട് കഴിയും. ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതാണ്. നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ദൈവകൃപ, ദ മാനിഫോൾഡ് ഗ്രേസ്, അതിൻ്റെ നല്ല ഗൃഹവിചാരകന്മാരായിക്കൊണ്ട്
അതിനെ കൊണ്ട് അന്യോന്യം ശുശ്രൂഷിക്കും. ദൈവം നമ്മളെ എവിടെ ആക്കാൻ ഉദ്ദേശിക്കും, അതിനുവേണ്ടി പലപ്പോഴും വില കൊടുക്കേണ്ടി വരും. ലവ് ഈസ് പ്രൂവൺ ഓൺലി വിത്ത് സാക്രിഫൈസ്. സ്നേഹം തെളിയിക്കപ്പെടുന്നത് സമ്മാനം കൊടുത്തുകൊണ്ടല്ല, സ്നേഹം തെളിയിക്കപ്പെടുന്നത് ത്യാഗം ചെയ്തു. നമ്മൾ ദൈവം പ്രതീക്ഷിക്കുന്നത് ചില കോസ്റ്റ് കൊടുക്കണം. ഇന്ന് രാത്രി നമ്മുടെ കണ്ണുകളെയാണ് ഒരു നിമിഷം ദൈവസന്നിധിയിൽ നമുക്ക് ചോദിക്കാം, കർത്താവേ, ഒട്ടും കോസ്റ്റ്ലി അല്ലാത്ത ഒരു ലൈഫ് ജീവിക്കാൻ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. എ വെരി കംഫർട്ടബിൾ ലിവിങ്. എനിക്ക് യാതൊരു കുഴപ്പവും ഉണ്ടാകാത്തത്, എൻ്റെ പൈസ നഷ്ടപ്പെടാത്ത, എൻ്റെ ആരോഗ്യം നഷ്ടപ്പെടാത്ത, എൻ്റെ കുഞ്ഞുങ്ങളുടെ കളർ നഷ്ടപ്പെടാത്ത, എൻ്റെ കുഞ്ഞുങ്ങളുടെ ഇഷ്ടങ്ങൾ നഷ്ടപ്പെടാത്ത ഒരു വെരി കംഫർട്ടബിൾ ലിവിങ്. പക്ഷേ നാം ദൈവത്തെ സ്നേഹിക്കുന്നതിൻ്റെ തെളിവല്ല. നമ്മൾ ആത്മപൂർണ്ണരാണെങ്കിൽ എല്ലാ മണ്ഡലങ്ങളിലും ഒന്നുപോലെ അവനെ സേവിക്കുന്നത് 100%. God really want to see that we are giving our whole. നമ്മളെ മൊത്തമായി കൊടുക്കുന്നതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. മൊത്തമായി കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ എല്ലാ ജീവിത മണ്ഡലങ്ങളിലും അവൻ ഒഴികെ മറ്റൊന്നും നമ്മുടെ മനസ്സിലുണ്ടാകാനായിട്ട് പാടില്ല. ഇന്ന് രാത്രിയിൽ നമ്മളൊരു പക്ഷേ ഒരു യവത്തപ്പമായിരിക്കും. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ മേൽ ശക്തിയിൽ വരുമ്പോൾ നമ്മളെ കൊണ്ട് മിദ്യാന്യ കൂടാരങ്ങളെ തകർത്ത് കളയുവാനുള്ള ശക്തി ദൈവത്തിന് പകരുവാനായിട്ട് കഴിയും. അത് നമ്മൾ മറന്നു പോകരുത്. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രിയിൽ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധി പറയാമോ, കർത്താവേ, എനിക്ക് പല സമയത്തും കോസ്റ്റ്ലി ആയിട്ട് നിന്നെ സേവിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ ചിന്തിക്കുന്നത് ഞാൻ നിന്നെ സേവിക്കുന്നതാണ്, ഞാൻ പറയുന്നത് അതാണ്, പക്ഷെ ഞാൻ പലപ്പോഴും കോസ്റ്റ് കൊടുത്തിട്ടില്ല. ഒരുപക്ഷെ കർത്താവേ, നിന്നോടുകൂടെ ആ കപ്പ് കുടിക്കേണ്ടി വന്നു കഴിഞ്ഞാലും നിലനിൽക്കുവാനുള്ള ശക്തി എനിക്ക് തരണമെന്ന് കർത്താവിനോട് പറയാം. ഹല്ലേലൂയ. എന്ത് വില കൊടുത്തും ഞാൻ ഭയവും ഭീരുത്വവുമായിട്ടിരിക്കുകയല്ല, ജെനുവിൻ ഗൈസ് ആയിട്ട്, ഹിപ്പോക്രിറ്റ് ആയിട്ടല്ല. പലപ്പോഴും ഞാൻ ആളുകളോട് പറയുന്നതൊക്കെ ഞാൻ വലിയ കഴിവുള്ളവനാണെന്നോ അല്ലെങ്കിൽ പലപ്പോഴും ധൈര്യമുള്ളവനാണെന്നോ, പക്ഷേ എനിക്കറിയാം എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ എനിക്ക് അതിനുള്ള ശക്തി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് സംശയമാണ്. അത് കർത്താവിനോട് തുറന്നൊന്ന് പറ, കർത്താവെ, എനിക്ക് അങ്ങനെ ഒരു സംശയമാണ് കിടക്കുന്നത്. കർത്താവെ, യുദ്ധമൊഴികെ മറ്റൊന്നും മനസ്സിൽ കാണാത്തവനെ പോലെ, പട്ടി നക്കി കുടിക്കുന്നത് പോലെ ചുറ്റുപാടുമുള്ള കാര്യങ്ങളെ കണ്ട് റിലാക്സ് ചെയ്യുന്നവനായിട്ടല്ല. പ്രത്യുത ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ വ്യാപ്തി, ഇന്ത്യയിലെ 106 കോടി ജനങ്ങൾ യേശുവിനെ അറിയാത്തവരായി കഴിയുമ്പോൾ സുഖസൗകര്യങ്ങളിൽ തന്നെ കഴിയാനായിട്ട് എനിക്ക് കഴിയത്തില്ല. അങ്ങനെ ഞാൻ ചെയ്താൽ അത് പാപമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എനിക്കൊരു പുതിയ അനുഭവത്തെ തരണമേ, ഒരു പുതിയ ജീവിതത്തെ തരണമേ, ഒരു പുതിയ കാഴ്ചപ്പാടിനെ തരണമേ, സാക്രിഫൈസ് ചെയ്യാനുള്ള മനസ്സിനെ എനിക്ക് തരണം. എത്ര പേര് പ്രാർത്ഥിക്കും ദൈവസന്നിധിയിൽ കരങ്ങളെ ഉയർത്തി പറ, കർത്താവേ, എനിക്ക് സാക്രിഫൈസ് ചെയ്യാനുള്ള ഒരു മനസ്സ് തരണമേ കർത്താവ്. നിന്നോടുള്ള എൻ്റെ സ്നേഹം തെളിയിക്കുവാനായിട്ട് എനിക്ക് അവസരങ്ങളെ തരണമേ കർത്താവേ. എൻ്റെ ബലഹീനതകൾ, എനിക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, ഇല്ലെന്നല്ല. എന്നാൽ കർത്താവെ, somehow I want to see that I am serving my Lord. കർത്താവെ, പൂർണ്ണമായിട്ട് നിന്നെ ആശ്രയിക്കുന്നു. കർത്താവെ, പൂർണ്ണമായിട്ട് നിന്റെ പിന്നാലെ വരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാനൊരു യവത്തപ്പമാണ്, അല്ലാതെ ഞാൻ ശക്തിയുള്ള ആളൊന്നുമല്ല. ഞാനൊരു പരാക്രമശാലിയൊന്നുമല്ല. ഞാൻ പലപ്പോഴും കർത്താവെ ഭീരുവാണ്, മറ്റുള്ളവരെ പേടിക്കുന്നവനാണ്. എന്നാൽ യഹോവ എന്നോട് കൂടെ ഇരുന്ന് എന്നെ പരാക്രമശാലിയാക്കുന്ന ഒരവസ്ഥയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, എൻ്റെ ഭൂതകാലം വളരെ മോശമാണ്. കർത്താവ്, വർത്തമാനകാലത്തിലും എനിക്ക് പ്രതീക്ഷയൊന്നുമില്ല. എന്നാൽ കർത്താവെ, അതിലെല്ലാം ഉപരിയായിട്ട് നീ എൻ്റെ ഭൂതകാലത്തെ നോക്കുന്നുവല്ലോ. കർത്താവ്, യവത്തപ്പത്തിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവിനാൽ ശക്തി പകർന്ന കർത്താവെ, ഇന്ന് രാത്രിയിൽ എൻ്റെ മേൽ നിന്റെ ആത്മാവിന്റെ ശക്തിയാൽ കർത്താവെ എന്നെ രൂപാന്തരപ്പെടുത്തുകയും കർത്താവെ, ശത്രുവിന്റെ കൂടാരങ്ങളെ ഇടിച്ചു തകർത്തക്ക ശക്തിയോടുകൂടെ കർത്താവെ അതിനെതിരെ പ്രവർത്തിക്കത്തക്ക നിലയിൽ കർത്താവെ, പാതാളത്തിന്റെ ഗോപുരങ്ങളെ ഇടിച്ച് തകർക്കുവാൻ തക്കവണ്ണം എൻ്റെ മേൽ ശക്തിയെ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുത്തെ എല്ലാ കൃപകൾക്കായി സ്തോത്രം യേശുവിൻ നാമത്തിൽ.